സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഗംഭീര തിരിച്ചുവരവുകളിൽ ഒന്നായിരുന്നു FC ഗോവയ്ക്കെതിരായ മത്സരം. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 4 ഗോളുകൾ തിരിച്ചടിച്ച് എതിരാളികളെ മൂലക്കിരുത്തിയ ഈ പ്രകടനത്തിന് മാർക്ക് ഏറെയാണ്. കൊച്ചിയിലെ ഈ തട്ടുതകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ഒരു പിടി റെക്കോർഡുകളാണ് കൊമ്പന്മാർ പോക്കറ്റിലാക്കിയത്. എതിരാളികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കണക്കുകൾ സമ്മാനിക്കാനും അവർക്കായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിൽ ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2 അതിലധികമോ ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ഒരു മത്സരം ജയിക്കുന്നത്. നേരത്തെ 32 തവണ ഇങ്ങനെ പിന്നിൽ നിന്ന ശേഷം ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടേയുള്ളൂ. 5 മത്സരങ്ങളിൽ സമനില പിടിക്കാനായത് മാത്രമാണ് ആശ്വാസം. ISL-ൽ ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പകുതിയിൽ 4 ഗോളുകൾ നേടുന്നത്. 2014-ൽ തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നേട്ടം മഞ്ഞപ്പട സ്വന്തമാക്കുന്നത്. മാത്രമല്ല 5ാം തവണയാണ് ബ്ലാസ്റ്റേഴ്സ് 3-ലേറെ ഗോളുകൾ ഒരു മത്സരത്തിൽ നേടുന്നതും. അതേസമയം ഒരിക്കലും കരുതാത്തൊരു തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും FC ഗോവ നേരിട്ടത്. 2 ഗോളുകളുടെ ലീഡ് നേടിയതിനു ശേഷം ഗോവയുടെ ചരിത്രത്തിൽ അവർ തോറ്റിരുന്നില്ല. 55 മത്സരങ്ങളിൽ ഇങ്ങനെയൊരു പെരുമയുമായാണ് ഗോവ കളി അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവാന്റെ കുട്ടികൾ ഈ നേട്ടം അവസാനിപ്പിച്ച് കയ്യിൽ കൊടുത്തു. മാത്രമല്ല ഒരു പകുതിയിൽ 3-ലേറെ ഗോളുകൾ 2 തവണയെ ഗോവ വഴങ്ങിയിരുന്നുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് അത് 3ആക്കി കൊടുത്തു. ഗോവയുടെ പരിശീലകൻ മനാലോ മാർക്വേസിനും വൻ അടിയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. ഇതുവരെ അദ്ദേഹം പരിശീലിപ്പിച്ച ഒരു ക്ലബിനും 4 ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അതും പൂർത്തിയാക്കി. ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനും FC ഗോവയ്ക്കെതിരായ മത്സരം പ്രത്യേകത നിറഞ്ഞതായി. 2 ഗോളും 1 അസിസ്റ്റും ഉൾപ്പെടെ ഗോൾ കോൺട്രിബ്യൂഷനിൽ നേട്ടമുണ്ടാക്കി എന്നതാണ് പ്രത്യേകത. ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി 3 അതിലധികമോ ഗോളുകളിൽ പങ്കാളിയാകുന്ന താരങ്ങളുടെ പട്ടികയിലെത്താനും താരത്തിനായി. നേരത്തെ ഇയാൻ ഹ്യൂം, ഓക്ബച്ചെ എന്നിവരെ ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കിയിരുന്നുള്ളൂ. ആദ്യ പകുതിയിൽ തീർത്തും നിറം മങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം പകുതിയിൽ വർദ്ധിത വീര്യത്തോടെ കളിച്ചാണ് ഗോവയ്ക്കെതിരെ ആവേശജയം നേടിയത്. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷം നേടിയ ഈ വിജയം ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായകമാകുന്നതാണ്. 2024 കലണ്ടർ വർഷത്തിൽ ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ആദ്യ ജയം കൂടിയായി FC ഗോവയ്ക്കെതിരായത്. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് കയറാനും മഞ്ഞപ്പടക്ക് സാധിച്ചു. മാർച്ച് 2-ന് ബംഗളൂരു FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. മഞ്ഞപ്പടക്കിത് എവേ പോരാട്ടമാണ്. 9ാം സ്ഥാനത്താണിപ്പോൾ ഛേത്രിയുടെ ബംഗളൂരു. നിലവിൽ 32 പോയിന്റുമായി ഒഡീഷ FC-യാണ് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത്. മുംബൈ സിറ്റി, മോഹൻ ബഗാൻ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ.